വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ നമ്മുടെ ഒരു കേട്ടറ്റ് എക്സാം കഴിഞ്ഞു. നമ്മുടെ പരീക്ഷാ ഭവൻ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ ഇറക്കി. അതിനുശേഷം ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ, എനിക്ക് എത്ര മാർക്കാണ് ഈ ഒരു എക്സാമിന് കിട്ടാനായിട്ട് പോകുന്നത്. അതിൽ ചില കുട്ടികൾക്ക് ചിലപ്പോൾ 1-2 മാർക്കിന് ചിലപ്പോൾ അവർ വിചാരിച്ച ഒരു ലെവലിലോട്ട് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ അടുത്ത ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ പരീക്ഷാ ഭവൻ പുറപ്പെടുവിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കാത്തു നിൽക്കണ്ട. നിങ്ങൾ പഠനം ചെറിയ രീതിയിലാണെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വലിയ ഒരു സിലബസ് തന്നെയാണ് കേട്ടറ്റ് എക്സാമിന് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ മല ഒറ്റ ട്രിപ്പിന് കയറി ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് എന്താണ്, കുറേശ്ശെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത്യാവശ്യം നല്ല റെസ്റ്റും കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് PYQs ആണ്. ഇപ്പോൾ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ കുറച്ച് കണ്ടൻറ്റുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1-നും അതുപോലെ തന്നെ 2-നെയും സംബന്ധിച്ചിടത്തോളം 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. അതിനോടൊപ്പം തന്നെ കേട്ടറ്റ് 3-നെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയ മാർക്കല്ല, അത്യാവശ്യം വലിയ മാർക്ക് തന്നെയാണ് സൈക്കോളജിയിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ലേണിങ്ങിൽ കൂടെ തന്നെ നിങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് PYQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റുകളുടെ വിശകലനം എന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തെറ്റുകളുടെ വിശകലനം, തെറ്റുകൾ കണക്കാക്കുക, കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണ്ടെത്തുക, അധ്യാപകൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, സിലബസ് വിശകലനം ചെയ്യുക. ഇതിൽ തെറ്റുകളുടെ വിശകലനം എന്ന് പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പെഡഗോജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പെഡഗോജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സൈക്കോളജിയും പഠിക്കാനുണ്ട്, പെഡഗോജിയും പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു പെഡഗോജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ക്ലാസ് റൂമിലായി ആ ഒരു കോൺസെപ്റ്റിൽ വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ തെറ്റുകളുടെ വിശകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നതിനെ കൃത്യമായി കണ്ടെത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? കുട്ടികൾ ഇങ്ങനെ തെറ്റുകൾ വരുത്തുന്നുണ്ട്, അതിനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യകതയുണ്ടോ? ആവശ്യകതയുണ്ട് അല്ലേ. കാരണം എന്താണ്, കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ ഒരു തെറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെ പോയത്, ഏത് കോൺസെപ്റ്റ് പഠിക്കുമ്പോഴാണ് അവർക്ക് കൺഫ്യൂഷൻസ് വരുന്നത്. ഇത്തരത്തിൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളെ കൃത്യമായ രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കത് തിരുത്തിക്കൊണ്ട് അവരെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുന്നത്. അതല്ലാതെ 2 തെറ്റ് വരുത്തിയ കുട്ടിക്ക് 2 അടി, അതല്ലെങ്കിൽ 4 തെറ്റ് വരുത്തിയ കുട്ടിക്ക് 4 അടി, ആ ഒരു രീതിയിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തെറ്റുകൾ എന്ത് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തെറ്റുകൾ വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ, അതല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലോ അതല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളിലോ തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യുകയും സോൾവ് ചെയ്യുകയും ചെയ്യേണ്ടത് ടീച്ചേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസപരമായി പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗവുമായി സാമ്യരാണ്? സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. വിദ്യാഭ്യാസപരമായിട്ട് പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗവുമായി സാമ്യരാണ്? പ്രതിഭാധനരായ കുട്ടികൾ, പിന്നോക്കക്കാരായ കുട്ടികൾ, ബുദ്ധിമാന്യമുള്ള കുട്ടികൾ, പെരുമാറ്റ വൈകല്യമുള്ളവർ. അപ്പോൾ ആരുമായിട്ടാണ് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആ കുട്ടികളുടെ പ്രത്യേകത? IQ ലെവൽ എബവ് 120 അല്ലേ. 120-ന് മുകളിലെ IQ ലെവലുള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചൈൽഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഒരു ക്ലാസ് റൂമിന് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. 2-3 കുട്ടികളാണ് ഇത്തരത്തിൽ IQ ലെവലുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രതിഭാധനരായിട്ടുള്ള കുട്ടികളുടെ പ്രത്യേകത എന്താണ്? അവരുടെ IQ ലെവൽ എന്ന് പറയുന്നത് എബവ് 120 ആയിരിക്കും. ഇനി പിന്നോക്കക്കാരായ കുട്ടികൾ, എന്താണ് ഈ പിന്നോക്കക്കാരായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത്? അതായത് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയും അല്ലേ.
ടീച്ചറുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ കുട്ടികളുടെയും പെർഫോമൻസ് കാണുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ കഴിവനുസരിച്ച് ടീച്ചർക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അല്ലേ, ആ കുട്ടി ഇന്ന രീതിയിൽ പഠിക്കൂ കേട്ടോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേപ്പർ നോക്കുമ്പോൾ ഇത്ര മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ എന്തുണ്ടായിരിക്കും, നമുക്കൊരു കണക്ക് കൂട്ടലുണ്ടായിരിക്കും. അതിനനുസരിച്ച് ആ കഴിവും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും. പക്ഷെ കഴിവിനൊത്ത രീതിയിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ശരിയായ രീതിയിൽ നേട്ടം കൊയ്യുന്നുണ്ടാവില്ല അല്ലേ. അത്തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ പിന്നോക്കക്കാരായ കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. ഇനി ബുദ്ധിമാന്യമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ബുദ്ധിപരമായിട്ട് കുറച്ച് പുറകോട്ട് നിൽക്കുന്ന IQ ലെവല് കുറച്ച് കുറവുള്ള കുട്ടികളെയാണ് നമ്മൾ ബുദ്ധിമാന്യമുള്ള കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. അവരുടെ IQ ലെവൽ എന്ന് പറയുന്നത് ബിലോ 70 ആയിരിക്കും. ഓക്കെ, ബിലോ 70 ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ മെൻ്റലി റിട്ടാർഡഡ് അതല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. ഇനി പെരുമാറ്റ വൈകല്യമുള്ളവർ, പെരുമാറ്റ വൈകല്യം എന്ന് പറയുമ്പോൾ ബിഹേവിയർ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ലേണിംഗ് ഡിസബിലിറ്റി തന്നിട്ടുള്ളതിലെ ഏത് വിഭാഗത്തിലുള്ള കുട്ടികളുമായാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ആരുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക? പിന്നോക്കക്കാരായിട്ടുള്ള കുട്ടികളായിട്ടാണ് കണക്കാക്കുക. സാധാരണഗതിയിൽ പഠന വൈകല്യം എന്ന് പറയുന്നത് ബുദ്ധി കുറവിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ കൂടുതലിൻ്റെ ഭാഗമായിട്ടോ വരുന്ന ഒരു പ്രശ്നമല്ല. ചില കുട്ടികൾക്ക് എഴുതുമ്പോൾ എന്താണ്, ചിലപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്നുണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തലതിരിഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിലപ്പോൾ ലെറ്റേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല, മസിൽസിന് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? പഠന വൈകല്യങ്ങളായിട്ട് പഠിക്കുന്നത് അല്ലേ. റീഡിംഗ് ഡിസോർഡർ ആയിരിക്കാം, റൈറ്റിംഗ് ഡിസോർഡർ ആയിരിക്കാം, അതല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡിസോർഡർ ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ പഠന വൈകല്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ എന്താണ്, അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു നേട്ടം അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പഠന വൈകല്യമുള്ള കുട്ടികൾ ഏത് വിഭാഗക്കാരുമായാണ് സാമ്യമുള്ളതെന്ന് പറയുന്നത്? പിന്നോക്കക്കാരായ കുട്ടികളുമായിട്ടാണ് അവർക്ക് സാമ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏതു തരം ഓർമ്മയാണ്? മെമ്മറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇവിടെ എന്താണ് വരുന്നത്? പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏതു തരം ഓർമ്മയാണ്? ഏതു തരം ഓർമ്മയുമായിട്ടാണ് നമുക്കിതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? എപ്പിസോഡിക്, എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, സെമാൻറ്റിക് 4 തരത്തിലുള്ള മെമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയുമായാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? സെമാൻറ്റിക് മെമ്മറിയുമായാണ് ഓർമ്മ, അതല്ലെങ്കിൽ സെമാൻറ്റിക് മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് ജനറൽ ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ നമ്മൾ ഓർത്തിരിക്കുന്നു. ഇപ്പോൾ ചില വസ്തുക്കളുടെ നിറങ്ങൾ ഓർത്തിരിക്കുന്നത്, അതിൻ്റെ രൂപം ഓർത്തിരിക്കുന്നത്, ഇതൊക്കെ എന്താണ്? സെമാൻറ്റിക് മെമ്മറിയുടെ ഭാഗമാണ് അല്ലേ. നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ് റൂമിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ മനസ്സിലാക്കിയതിൻ്റെയും പഠിച്ചതിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. എപ്പിസോഡിക് മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു ലോങ് ടേം മെമ്മറി ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ലോങ് ടേം മെമ്മറി. ഇപ്പോൾ ഓറഞ്ചിൻ്റെ നിറം, അതിൻ്റെ ടേസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ദീർഘനാളത്തേക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു തരത്തിലെ സെമാൻറ്റിക് മെമ്മറിയാണ്. അതിനോടൊപ്പം തന്നെ അത് ലോങ് ടേം മെമ്മറിയാണ്, ദീർഘനാളത്തേക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? കൃത്യമായിട്ട് ഒരു എപ്പിസോഡ് കണക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് അല്ലേ, അടുത്തത് എന്താണ് എന്നുള്ള രീതിയിലേക്ക് ഒരു എപ്പിസോഡ് പോലെ ഓർത്തെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എവിടെ കിടക്കുന്നുണ്ട്? നമ്മുടെ ഓർമ്മയിലുണ്ട്. അത്തരത്തിലുള്ള ഓർമ്മകളാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? എക്സാം ഹാളിൽ പോയിരുന്നിട്ട് മനഃപൂർവ്വം നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടാണ് പോയിട്ടുള്ളത് എക്സാമിന്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്താണ്?
ആരാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്? ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, അയ്യോ ഞാനിതിന്ന് രാവിലെ വായിച്ചു നോക്കിയതാണ്, ആരാണ് ഇവിടെ ഉത്തരം വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മനഃപൂർവ്വം നമ്മുടെ ഓർമ്മകളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്, നമ്മൾ മനഃപൂർവ്വം ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ്ലി ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ അത്തരത്തിലുള്ള ഓർമ്മകൾ ചില വസ്തുക്കൾ കാണുമ്പോഴോ അതല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരുന്നതാണ്. അത്തരത്തിലുള്ള ഓർമ്മകളാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, നമ്മൾ പഠിച്ച സ്കൂളിന് മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെന്നെ പഠിപ്പിച്ച ടീച്ചറിനെയും അതുപോലെ തന്നെ അന്ന് ഉണ്ടായിട്ടുള്ള തമാശകൾ, നമ്മുടെ ഫ്രണ്ട്സ്, അന്ന് ചെയ്തിട്ടുള്ള കുരുത്തക്കേടുകൾ, ഇതൊക്കെ എന്താണ് നമ്മൾ മനഃപൂർവ്വം ഓർത്തെടുക്കുന്നതല്ല. സ്കൂൾ കാണുമ്പോൾ തന്നെ എന്താണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്. ഒന്ന് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നതും മറ്റൊന്ന് അൺകോൺഷ്യസ്ലി നമ്മുടെ ഓർമ്മയിൽ നിന്നും വരുന്നതുമാണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിക് മെമ്മറി എന്താണ്, എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്താണ്, ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണ്, സെമാറ്റിക് മെമ്മറി എന്താണ് എന്ന് കിട്ടി അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ മെമ്മറി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു ടോപ്പിക്കാണ്, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ. രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യാണ്, ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥയെ പറയുന്ന പേര്. സ്പാൻ ഓഫ് അറ്റൻഷൻ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. നമ്മുടെ വീട്ടിൽ അച്ഛനും അതേപോലെ തന്നെ അമ്മയും ഒക്കെ ചില സമയത്ത് ചെയ്യുന്ന ഒരു അതല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണിത് അല്ലേ. എന്താണ്, ഒരേ സമയം രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്പാൻ ഓഫ് അറ്റൻഷൻ ആണോ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ആണോ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ ആണോ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ ആണോ? ഇവിടെ ഏതാണ് ഉത്തരം വരിക, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ അല്ലേ. അറ്റൻഷന് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവിഷൻ ചെയ്തിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ അമ്മമാരെന്ത് ചെയ്യാറുണ്ട്, സീരിയലും കാണുന്നുണ്ടാവും, അതിനോടൊപ്പം തന്നെ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ എന്താണ്, ഒരേ സമയം രണ്ട് കാര്യങ്ങളായിരിക്കും അമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അച്ഛൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അച്ഛന്മാരെന്താണ്, ചിലപ്പോൾ ചായ കുടിക്കുന്നുണ്ടാവും, അതിനോടൊപ്പം തന്നെ ഫോണും നോക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവിഷൻ ചെയ്തിരിക്കുന്നു. സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മുടെ അറ്റൻഷനെ കൊടുക്കുന്നതാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ. ഇവിടെ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം നൽകുന്നു. ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ വന്നിട്ട് നമ്മളതിനെ വിളിക്കുകയാണ്, മോളെ അമ്മു വാടി, നല്ല ഒരു ഡ്രസ്സ് നിനക്ക് മേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ പഠിത്തത്തിലുള്ള ശ്രദ്ധ കൂടി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വരികയാണ്, അച്ഛൻ വാങ്ങി തന്നിട്ടുള്ള ആ ഉടുപ്പിനെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അവിടെ എന്താണ്, ഒരു പ്രവർത്തനത്തിൽ നിന്നും നമ്മുടെ അറ്റൻഷൻ എന്ത് ചെയ്തിരിക്കുക, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. ഡിസ്ട്രാക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ കുട്ടിക്ക് ഇടയ്ക്ക് എന്താണ്, പുറത്ത് നിന്നുള്ള അമ്മയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അപ്പോൾ കുറച്ച് നേരം അത് നോക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ടി വിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അപ്പോൾ ടി വിയുടെ സൗണ്ട് കേൾക്കും. ഇവിടെ എന്താണ്, നമുക്കവിടെ ഡിസ്ട്രാക്ഷൻസ് ആണ് വരുന്നത്, വ്യതിചലനങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അറ്റൻഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഒരു പ്രവൃത്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, അറ്റൻഷൻ ആയിട്ട് കണക്കാക്കുന്നത്. അതിൽ തന്നെ പലതരത്തിലുള്ള അറ്റൻഷൻ വരുന്നുണ്ട്. സ്പാൻ ഓഫ് അറ്റൻഷൻ വരുന്നുണ്ട്, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ വരുന്നുണ്ട്, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. അപ്പോൾ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അറ്റൻഷൻ ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇൻ്റലിജൻസ്, മോട്ടിവേഷൻ, ഇതൊക്കെ എന്താണ്, നമ്മുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് മാക്സിമം 40 മിനിറ്റൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്,
ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടും അവർക്ക് എന്താണ്, അവരുടെ ശ്രദ്ധ വേറെ വല്ല കാര്യങ്ങളിലേക്കും ഒക്കെ പോവും. അത് സ്വാഭാവികമാണ്, മനുഷ്യനാണ്, നമുക്കത് അങ്ങനെയേ പറ്റൂ. നമ്മളിപ്പോൾ എത്രയൊക്കെ 2 മണിക്കൂറായിട്ട് നമ്മളൊരു ക്ലാസ് കേട്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്താണ്, ഇടയ്ക്കൊക്കെ നമ്മൾ എങ്ങോട്ടൊക്കെ പോയി വന്നിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മൾ എത്രയൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മുഴുവനായിട്ടും ഈ 2 മണിക്കൂർ ക്ലാസ് കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് തള്ളലായിട്ട് തോന്നും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ശ്രദ്ധ എന്താണ്, ഇടയ്ക്കിടയ്ക്കൊന്ന് യാത്ര ചെയ്ത് വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വൈഗോട്സ്കിയൻ പഠന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത്. വൈഗോട്സ്കിയൻ പഠന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത്, വൈഗോട്സ്കി അല്ലേ, നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജിയിൽ ലെവ് വൈഗോട്സ്കി. അപ്പോൾ മൂപ്പരുടെ കോൺട്രിബ്യൂഷൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ്? സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനും കൂടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കൈത്താങ് നൽകൽ, സഹവർത്തിത പഠനം, ആശയാധാന മാതൃക, സഹകരണാത്മക പഠനം. അപ്പോൾ ഇതിലേതാണ് വൈഗോട്സ്കിയുടെ കുടുംബത്തിൽ നിന്നും വരാത്തത്? കൈത്താങ് നൽകൽ അല്ലേ, സ്കഫോൾഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആരുടെയാണ്? വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇനി സഹവർത്തിത പഠനം, സഹവർത്തിത പഠനം എന്ന് പറയുന്നതാണ് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. നമ്മളിങ്ങനെ കൂട്ടത്തിലിരുന്ന് പഠിക്കുന്ന ഒരു രീതി. ആശയാധാന മാതൃക നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ, മൂപ്പര് വീട് മാറി കയറിയ ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അപ്പോൾ ഇനി സഹകരണാത്മക പഠനം, അതെന്താണ്? കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. ഈ 3 കാര്യങ്ങളും ആരുടേതാണ്? വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? ആശയാധാന മാതൃകയാണ്. മൂപ്പര് ബ്രൂണറിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്, വീട് മാറി കയറിയതാണ്. ആശയാധാന മാതൃക ബ്രൂണറിൻ്റേതാണ് അല്ലേ. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, കണ്ടെത്തൽ പഠനത്തിൽ കൂടെ ഓരോ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവ തമ്മിലുള്ള സാമ്യം എന്താണ് എന്നൊക്കെ നോക്കി അവരെന്ത് ചെയ്യാണ്? ഓരോ കാര്യത്തെയും കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ആശയാധാന മാതൃകയിൽ കൂടെ നമ്മുടെ ബ്രൂണർ അവതരിപ്പിച്ചിട്ടുള്ള കോൺസെപ്റ്റ്. ബാക്കിയൊക്കെ തന്നെ നമ്മുടെ വൈഗോട്സ്കിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ആളുകളാണ്. നമുക്കറിയാം ZPD അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ZPDയും അതുപോലെ തന്നെ സ്കഫോൾഡിങ്ങും ഇതൊക്കെ ആരുടെയാണ്? വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് തന്നെ 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്ത ഘടകം. വിളംബിത ചാലക വികാസം അല്ലേ, നമ്മുടെ ജഗദീഷ് പറയുന്നത് പോലെ കേൾക്കാൻ കുറച്ച് കനമുള്ളൊരു പേരാണ്. അതുകൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാം? ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഇതിൻ്റെ അർത്ഥം അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മൾ വിചാരിച്ചൊരു ലെവലിലോട്ട് പോവില്ല. അപ്പോൾ എന്താണ് ഈ വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത്? എന്താണ് വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത്? ഡിലൈഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ഡിലൈഡ് മോട്ടോർ ഡെവലപ്മെന്റ്. അതായത് ഓരോ പ്രായത്തിലും കുട്ടികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില മോട്ടോ ഡെവലപ്മെന്റ് ഉണ്ട് അല്ലേ. അപ്പം ഇത് ചില കുട്ടികൾക്ക് എന്താണ്, ആ ഒരു പ്രായത്തിനിടയിൽ വെച്ച് ചിലപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരുടെ മോട്ടോ ഡെവലപ്മെൻറ്റിൽ വരുന്ന ചെറിയ ഒരു കാലതാമസത്തിനെയാണ് നമ്മൾ വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കുട്ടികൾ 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ നടക്കും അല്ലേ, നല്ല രീതിയിൽ നടക്കും. ഒട്ടുമിക്ക എല്ലാ കുട്ടികളിലും നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ ഒറ്റയ്ക്ക് നടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും. പക്ഷേ ചില കുട്ടികൾ എന്താണ് 2 വയസ്സും 2.5 വയസ്സൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ മോട്ടോ ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ മോട്ടോ ഡെവലപ്മെൻറ്റ് അതല്ലെങ്കിൽ വ്യക്തികളുടെ മോട്ടോ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ കാലതാമസം വരാം. അപ്പോൾ ആ ഒരു കാലതാമസത്തിനെയാണ് നമ്മൾ ഡിലേഡ് മോട്ടോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്ര വയസ്സിനുള്ളിൽ നിർബന്ധമായിട്ട് നടന്നിരിക്കണം എന്നുള്ളൊരു കാര്യമില്ല. കാരണം എന്താണ്, ഡെവലപ്മെൻറ്റ് ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് നടക്കുന്നത്. അതിലെല്ലാത്തിലും എന്തുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഈ കുട്ടി 1.5 വയസ്സിന് നടന്നില്ല, ഇനി ഈ കുട്ടി ജന്മത്ത് നടക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ള കണക്ക് കൂട്ടലൊന്നും തന്നെ വേണ്ട. കുട്ടി എന്താണ് ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും നടക്കുക.
ഇനി അതുമല്ലെങ്കിൽ ചില കുട്ടികൾ എന്താണ് നേരത്തെ തന്നെ ചിലപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ചില കുട്ടികൾ 2 വയസ്സ് കഴിഞ്ഞിട്ടും 2.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ചെറിയ രീതിയിലെങ്കിലും സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഡെവലപ്മെൻറ്റിൽ ചെറിയ ഒരു കാലതാമസം ചില കുട്ടികളിൽ കാണാറുണ്ട്. അത്തരത്തിലുള്ള കാലതാമസമാണ് ഡിലൈഡ് മോട്ടോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിലൈഡ് മോട്ടോ ഡെവലപ്മെൻറ്റിന് കാരണമല്ലാത്ത ഘടകമാണ്. കാരണം അല്ലാത്ത ഘടകം: ന്യൂനബുദ്ധി, ഉത്തേജനമില്ലായ്മ, പരിശീലനക്കുറവ്, സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂലപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് കാരണമല്ലാത്ത ഘടകമായി വരുന്നത്? ന്യൂനബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി കുറവ്, ഉത്തേജനമില്ലായ്മ, ശരിയായ രീതിയിൽ മോട്ടിവേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ? പരിശീലനക്കുറവാണോ? സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂലപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. ഇവിടെ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്ത ഘടകം ഏതാണ് വരുന്നത്? സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂലപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞ 3 ഓപ്ഷൻസും ന്യൂനബുദ്ധി, ഉത്തേജനമില്ലായ്മ, പരിശീലനക്കുറവ്, ഈ 3ഉം എന്താണ്? വിളംബിത ചാലക വികാസത്തിന് കാരണമായി വരുന്നതാണ്. നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ ബുദ്ധി വളർച്ച നടന്നിട്ടില്ലെങ്കിൽ, ശരിയായ രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്തിന് കാരണമാകും? വിളംബിത ചാലക വികാസത്തിന് കാരണമായി വരുന്നതാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ്. പക്ഷേ ആ പ്രിൻസിപ്പിൾ ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം നമ്മുടെ വലിയ മസിൽസാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ആവുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ചെറിയ മസിൽസ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? സ്ഥൂലപേശി ചലനങ്ങളാണ് നമ്മൾ അഭ്യസിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ സൂക്ഷ്മപേശി ചലനങ്ങൾ അഭ്യസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ 3 എന്താണ്? ഡിലേഡ് മോട്ടോ ഡെവലപ്മെൻറ്റിന് കാരണമാണ്. കാരണമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്തത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട ചില കുട്ടികളുണ്ട് അല്ലേ? എക്സെപ്ഷണൽ ചൈൽഡ് ഉണ്ട്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് കോൺസെപ്റ്റാണ്? സീറോ റിജക്ഷൻ, തടസ്സങ്ങളില്ലാത്ത ചുറ്റുപാട്, പൊതു പാഠ്യപദ്ധതി, അഡാപ്റ്റഡ് പാഠ്യപദ്ധതി. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. അതിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ്? സീറോ റിജക്ഷൻ ആണോ? തടസ്സങ്ങളില്ലാത്ത ചുറ്റുപാടാണോ? പൊതു പാഠ്യപദ്ധതിയാണോ? അഡാപ്റ്റഡ് പാഠ്യപദ്ധതിയാണോ? ഏതാണ് ഉത്തരം വരിക? പൊതു പാഠ്യപദ്ധതി അല്ലേ? നമ്മുടെ ക്ലാസ് റൂമിൽ സ്പെഷ്യലായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? പൊതുവായിട്ടുള്ള ഒരു കരിക്കുലം അല്ലേ, ഒരു കോമൺ കരിക്കുലം നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അവിടെ കുട്ടികളുടെ നീഡ്സിനെ മനസ്സിലാക്കി കൃത്യമായിട്ട് അവരുടെ കഴിവുകൾ എന്താണ്, കഴിവുകേടുകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു അഡാപ്റ്റഡ് പാഠ്യപദ്ധതിയാണ് നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരേണ്ടത്. സീറോ റിജക്ഷൻ എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്താത്ത ഒരു കോൺസെപ്റ്റാണ്. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ സീറോ റിജക്ഷൻ എന്ന് പറയുന്നത് ആരെയും എന്ത് ചെയ്യാണ്ടിരിക്കുക? റിജക്റ്റ് ചെയ്യാതിരിക്കുക. തടസ്സങ്ങളില്ലാത്ത ചുറ്റുപാട് അവർക്ക് കൊടുക്കേണ്ട കാര്യമാണ്. ഇനി അഡാപ്റ്റഡ് പാഠ്യപദ്ധതിയാണ് നമ്മൾ എവിടെ സ്വീകരിക്കേണ്ടത്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്നത്. പൊതു പാഠ്യപദ്ധതി എന്തല്ല? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ. ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് നമുക്ക് കുട്ടികളുടെ പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പോസിറ്റീവ് പ്രബലനം, നെഗറ്റീവ് പ്രബലനം, അടിസ്ഥാന പ്രബലനം, ദ്വിതീയ പ്രബലനം. ഇവിടെ ഏതാണ് ഉത്തരം വരിക? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഈ പ്രബലനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആരും ഓടി വരണം? BF സ്കിന്നർ ഓടി വരണം. കാരണം മൂപ്പരാണ് റീഇൻഫോഴ്സ്മെൻറ്റിന്, പ്രബലനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെയുള്ള പഠനം കൊണ്ടുവന്നിട്ടുള്ളത്.
അല്ലേ? അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം 2 തരത്തിലുള്ള പ്രബലനത്തെ പറ്റിയാണ് പറയുന്നത്. പോസിറ്റീവ് പ്രബലനവും ഉണ്ട്, നെഗറ്റീവ് പ്രബലനവും വരുന്നുണ്ട്. പോസിറ്റീവ് പ്രബലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ? ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക? ഓൺ ദി സ്പോട്ടിൽ അതിനുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക, കുട്ടികൾക്ക് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കാം, അവരെ അപ്രിഷിയേറ്റ് നടത്താം നമുക്ക്, അല്ലെങ്കിൽ ചെറിയ മിഠായികൾ കൊടുക്കാം, പെന്ന് കൊടുക്കാം. ഇത്തരത്തിൽ ശരിയായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചൊരു ഫീഡ്ബാക്ക് നൽകിക്കൊണ്ട് ആ ഒരു പ്രതികരണത്തിൻ്റെ ആവൃത്തി, അതായത് ആ പ്രതികരണത്തെ നമ്മൾ കൂട്ടാൻ നോക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കണം, അതിനോടൊപ്പം അസുഖകരമായ ഒരു ചോദകത്തെ നീക്കം ചെയ്യുകയും വേണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രബലനമാണ് നെഗറ്റീവ് പ്രബലനം എന്ന് പറയുന്നത്. അതായത് നാളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു വന്നാൽ നിങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കാം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അതായത് നമ്മുടെ ക്ലാസ്സിൽ എന്നും നേരം വൈകി വരുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ അവൻ ഒരു ദിവസം നേരം വൈകി വന്നു. നേരം വൈകി വന്നപ്പോൾ ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ പറയുകയാണ്, നാളെ മുതൽ നീ നേരം വൈകി വരികയാണെങ്കിൽ നീ എന്ത് ചെയ്തോ? പുറത്ത് തന്നെ നിന്നോ, ഇന്നും നീയെ പുറത്ത് തന്നെ നിന്നോ. എന്നിട്ട് ആ ടീച്ചർ എന്ത് ചെയ്യണം? ഒരു 45 മിനിറ്റ് എന്ത് ചെയ്യുന്നു? ആ പീരീഡിൻ്റെ ഒരു സമയം മുഴുവൻ ആ കുട്ടീനെ പുറത്തു നിർത്തുന്നു. അത് ശിക്ഷയാണ്. ഇനി ഇതേ ഒരു അവസ്ഥ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് നോക്കാം. കുട്ടി എന്താണ്? പതിവ് പോലെ നേരം വൈകി വരുന്നു. നേരം വൈകി വന്നിട്ട് ടീച്ചർ പറയുകയാണ് അവനോട്, മോനെ നാളെ മുതൽ നീ നേരത്തെ വന്നാൽ നിന്നെ ഇമ്പോസിഷനിൽ നിന്നും ഞാൻ ഒഴിവാക്കി തരാം. നീ ഇപ്പം എന്ത് ചെയ്യണ്ട? ഇമ്പോസിഷൻ എഴുതണ്ട. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഇമ്പോസിഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഇമ്പോസിഷൻ എഴുതണ്ടല്ലോ, എന്ത് ചെയ്യാം? നേരത്തെ പോയി കളയാം എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോൾ അതാണ് പറയുന്നത്. ശിക്ഷ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് കുട്ടിയിൽ ഉണ്ടാക്കുന്നത്. ശിക്ഷ ചിലപ്പോൾ ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കുക നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും, പക്ഷേ കുട്ടി ചിലപ്പോൾ അത് നല്ല രീതിയിലാവില്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ശിക്ഷ കൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ വരുത്താൻ പറ്റൂ എന്നുള്ള ഒരു തോട്ട് തെറ്റാണ്. അതിൽ നിന്ന് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നെയും വരാം. പക്ഷേ നെഗറ്റീവ് പ്രബലനമാകുമ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കൂടുതലും വരാൻ സാധ്യത. നിങ്ങൾ മോർണിംഗ് പീരീഡ് ഇരുന്ന് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം നിങ്ങളതിനെ എന്ത് ചെയ്യാം? PT പീരീഡിന് പുറത്തു വിടാം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? മോർണിംഗ് പീരീഡ് തന്നെ ഇരുന്നിട്ട് അവരുടെ വർക്കുകൾ ഫുൾ അവർ കംപ്ലീറ്റ് ചെയ്യും. കാരണം എന്താണ്? അവർക്ക് PT പീരീഡ് പുറത്തു പോവാലോ. ഈ രീതിയിൽ എന്ത് ചെയ്യാണ്? അസുഖകരമായ ഒരു കാര്യത്തെ നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ടീച്ചർ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണം കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള വരാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. ഇതാണ് നെഗറ്റീവ് പ്രബലനം കൊണ്ട് നമ്മുടെ സ്കിന്നർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ് റൂമിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നാളെ പരീക്ഷയിൽ നല്ല മാർക്ക് മേടിച്ചാൽ അസൈൻമെൻറ്റ് എഴുതുന്നതിൽ നിന്നും ഒഴിവാക്കാം അല്ലേ? അപ്പോൾ അസൈൻമെൻറ്റ് എന്നുള്ള ഒരു എഴുത്ത് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്യും? ഉറക്കം കളഞ്ഞിട്ടാണെങ്കിലും പഠിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നവയിൽ എന്തിന് സമാനമാണ്? അതല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് സ്ഥിരമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ എക്സാമിന് മുന്നേ, ഇപ്പോൾ കഴിഞ്ഞ കേട്ടത് എക്സാമിന് മുന്നേ ആണെങ്കിലും നമ്മൾ ചെയ്ത വീഡിയോസിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നവയിൽ എന്തിന് സമാനമാണ്? ചോദക സാമാന്യവൽക്കരണം, ചോദകത്തിന് പകരം വെക്കൽ, ചോദക വേർതിരിവ്, ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്. എന്താണ് വരുന്നത്? സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണോ? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണോ? സ്പോണ്ടേനിയസ് റിക്കവറി ആണോ? എന്താണ് വരുന്നത് ഇവിടെ ഉത്തരമായിട്ട്? വെളുത്ത പട്ടിയുടെ കടിയാണ് കുട്ടിക്ക് കിട്ടിയത്, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്താണ്? കറുത്ത പട്ടീനെ പേടി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ചോദക വേർതിരിവ് അല്ലേ? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ തന്നെ. ആരാണോ കടിച്ചത് ആ തരത്തിലുള്ള പട്ടികളെ മാത്രം കുട്ടി എന്ത് ചെയ്താൽ മതി? വെറുതെ പേടിച്ചാൽ മതി. അതല്ലാതെ എല്ലാ പട്ടികളെയും കാണുമ്പോൾ കുട്ടി പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടീനെ കടിച്ചത് എന്താണ്? വെളുത്ത പട്ടിയാണ്. അപ്പോൾ കറുത്ത പട്ടിനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്തില്ല? പേടി തോന്നുന്നില്ല. അവിടെ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ചോദകങ്ങളെ കൃത്യമായ രീതിയിൽ വേർതിരിവ് നടത്തിയിട്ടുണ്ട് അല്ലേ? പാവ്ലോവിൻ്റെ കോൺസെപ്റ്റാണ്. പാവ്ലോവ് എന്താണ്? പല പല മണിയൊച്ചകൾ കേൾപ്പിച്ചു. അതിലെ ചില ശബ്ദങ്ങൾക്ക് മാത്രമാണ് എന്ത് ചെയ്തത്? പാവ്ലോവ് ഭക്ഷണം കൊടുത്തത്. ആദ്യമൊക്കെ നായ എന്ത് ചെയ്തു? എല്ലാ മണിയൊച്ചയ്ക്കും പ്രതികരിച്ചിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ നായ മനസ്സിലാക്കുന്നുണ്ട്
പാവ്ലോവ് ഇവിടെ പറ്റിക്കുകയാണ്. ഇവിടെ എല്ലാ മണിയൊച്ചയ്ക്കും എനിക്ക് ഫുഡ് കിട്ടുന്നില്ല, എനിക്ക് മണിയൊച്ച, അതായത് ഏത് മണിയൊച്ചയ്ക്കാണോ എനിക്ക് ഭക്ഷണം കിട്ടുന്നത് ആ മണിയൊച്ച എനിക്കിപ്പോൾ മനസ്സിലായി, ഇനി അതിന് മാത്രമേ ഞാൻ പ്രതികരിക്കുള്ളൂ എന്നുള്ള ഒരു രീതിയിലോട്ട് നായ പോകുന്നുണ്ട്. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലും വരുന്നത്. ഇവിടെ അതല്ലെങ്കിൽ വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ കണ്ടാലും പേടിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ചോദക സാമാന്യവൽക്കരണമാണ്. ഏതൊരു പട്ടീനെ കണ്ടാലും പേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ് കുട്ടി നടത്തിയിട്ടുള്ളത്. അതല്ല, വെളുത്ത പട്ടിയുടെ കടി കിട്ടിയ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിന് ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികയ്ക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏതാണ്? സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിന് ഉപയോഗപ്പെടുത്തുന്ന സമൂഹ നിർമ്മിതിവാദമാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. അവിടെ ടീച്ചർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല പഠന രീതി എന്ന് പറയുന്നത് ഏതാണ്? സംഘടിത പഠനം, മസ്തിഷ്കോച്ചാടനം, സിമുലേഷൻ, ചോദ്യരീതി. സമൂഹ നിർമ്മിതിവാദം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ഒറ്റയ്ക്കല്ല, ആരുടെ സഹായത്തോടു കൂടിയാണ്? സമൂഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്, സംഘടിത പഠനം. അല്ലേ? ഗ്രൂപ്പായിട്ടിരിക്കുമ്പോഴാണ് എന്ത് നടക്കുന്നത്? സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം നടക്കുന്നത്. ഇത് നമ്മുടെ വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ വൈഗോട്സ്കിയാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ എന്താണ്, അവർക്ക് അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്, ശരിയാണ്. പക്ഷെ അത് ഒറ്റയ്ക്കല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അവർ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചർ എന്താണ്? സംഘടിത പഠനത്തിന്, സഹകരണാത്മക പഠനത്തിനൊക്കെയാണ് കൂടുതലായിട്ടും പ്രാധാന്യം നൽകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിൽ എത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നുണ്ട്. ഇവിടെ അധ്യാപിക അവലംബിക്കുന്നത് ഏത് രീതിയാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. ഇവിടെ എന്താണ്? കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. ലോഹങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? അധ്യാപിക പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിലെത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഉദാഹരണങ്ങളാണ് ആദ്യം പറഞ്ഞത്, പിന്നീടാണ് ലോഹങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആര് മേക്ക് ചെയ്യുന്നത്? കുട്ടികൾ മേക്ക് ചെയ്യുന്നത്. ഇവിടെ അധ്യാപക ഉപയോഗിച്ചത് ഏത് രീതിയാണ്? ആഗമന രീതി, ഇൻഡ്യൂറ്റീവ് രീതി, വിശകലന രീതി, നിഗമന രീതി. ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? ആഗമന രീതി അല്ലേ. ഇവിടെ ആഗമന രീതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അധ്യാപിക ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഇൻഡക്റ്റീവ് മെത്തേഡിലാണ് ആദ്യം നമ്മൾ ഉദാഹരണങ്ങൾ പറയുന്നു, അതിൽ നിന്നും കോൺസെപ്റ്റുകൾ മേക്ക് ചെയ്യുന്നു. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താണ്? ലോഹങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യം തന്നെ എന്ത് ചെയ്യും? കുട്ടികൾക്ക് കൊടുക്കും. അതിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകും. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഇവിടെ അങ്ങനെയല്ല ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിലെത്തുന്നു. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺസെപ്റ്റ് കിട്ടും. ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഡക്റ്റീവ് മെത്തേഡും നമുക്ക് പഠിക്കാനുണ്ട്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ GDP എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. GDP എന്ന് പറയുമ്പോൾ ജനറൽ ടു പർട്ടിക്കുലർ. ഓക്കെ, അപ്പോൾ ജനറലൈസേഷൻ ആദ്യം പറയുന്നു, അതിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റീവ് മെത്തേഡാണ്, നിഗമന രീതിയാണ്. ആഗമന രീതി എന്ന് പറയുമ്പോൾ ആഗമിക്കുക, ഉദാഹരണങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതും ഈ ഒരു കാര്യം തന്നെയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ആഗമന രീതിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വയം വിലയിരുത്തലിൻ്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ
ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും പഠന പീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം ഏത്? അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ലേണിംഗ് കർവുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു ക്ലാസ് റൂമിൽ കുറേ കുട്ടികളുടെ ലേണിംഗ് കർവ് എടുത്ത് നോക്കിയപ്പോൾ അതിലെന്താണ് ഭൂരിഭാഗം കുട്ടികളുടെ കർവിലും പഠന പീഠസ്ഥലികൾ ലേണിംഗ് പ്ലാറ്റ്യൂസ് കാണപ്പെട്ടു. ഇതിനുള്ള കാരണം എന്താണ്? പഠന പീഠസ്ഥലികൾക്ക് പല പല കാരണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് ഓപ്ഷൻസ് നോക്കണം. നൂതനമായ ബോധന രീതികൾ, ബോധന രീതിയുടെ പോരായ്മ, ഉന്നത നിലയിലുള്ള അഭിപ്രേരണ ഇവയൊന്നുമല്ല. ഇവിടെ ഭൂരിഭാഗം കുട്ടികളിലും പഠന പീഠസ്ഥലി കണ്ടു എങ്കിൽ, പഠന പീഠസ്ഥലി എന്ന് പറയുന്നത് എന്താണ്? പഠനത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുന്ന അവസ്ഥേനെയാണ് നമ്മൾ പഠന പീഠസ്ഥലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കാരണം കൊണ്ടായിരിക്കും ഭൂരിഭാഗം കുട്ടികളുടെയും പഠനത്തിൽ ഇങ്ങനെ ഒരു പുരോഗതി ഇല്ലാതെ വന്നിട്ടുണ്ടായിരിക്കുക? പുതിയ ബോധന രീതി കൊണ്ടുവന്നതാണോ? അതല്ലെങ്കിൽ ടീച്ചർ കൊണ്ടുവന്നിട്ടുള്ള ബോധന രീതിക്ക് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ? അവർക്ക് നല്ല രീതിയിലുള്ള അഭിപ്രേരണ ഉള്ളത് കൊണ്ടാണോ? അതല്ലെങ്കിൽ ഇവയൊന്നുമല്ല. ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? ബോധന രീതിയുടെ പോരായ്മ. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഭൂരിഭാഗം കുട്ടികളിലും എന്ത് സംഭവിച്ചത്? പഠന പീഠസ്ഥലി വന്നത്. ഒന്നോ രണ്ടോ കുട്ടികളുടെ ലേണിംഗ് കർവിലാണ് പഠന പീഠസ്ഥലി വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? അത് ടീച്ചർ പറഞ്ഞു കൊടുത്തതിൻ്റെ പ്രശ്നമാണ്, അതല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ പ്രശ്നമാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഭൂരിഭാഗം കുട്ടികളും ഒരു തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ പഠിപ്പിച്ചു കൊടുത്ത കാര്യത്തിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബോധന രീതിയുടെ പോരായ്മ. അപ്പോൾ നമ്മുടെ കേട്ടറ്റ് എക്സാമുകൾക്ക് ചോദ്യം ചോദിക്കുന്ന അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്താണ് അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളിലോട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ കൂടെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പഠിക്കാം. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കുറേശ്ശെ പഠിക്കാം. ഏകദേശം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നമ്മുടെ സിലബസ് എന്താണെന്നൊക്കെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ച് എന്ത് ചെയ്യുക? നല്ലൊരു ടീച്ചറായിട്ട് മാറുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.